നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ കാലടി ഗ്രാമപഞ്ചായത്തിലെ അതിൻ്റെ അധീനതയിൽ വരുന്ന ആധുനിക മത്സ്യ മാർക്കറ്റ് എന്ന് വിഭാവനം ചെയ്തൊരു പദ്ധതി ഒരു പ്രദേശത്താണ്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒരു വലിയ പദ്ധതി 2015 അതിൻ്റെ തുടക്കമാകുന്നത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ നാളിത്രയായിട്ടും 10 വർഷം കഴിഞ്ഞു പോയിട്ടും അതിന് യാതൊരു രീതിയിലുള്ള ഒരു മാറ്റം, അതായത് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക എന്നൊരവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. എന്താണ് ഈ പദ്ധതിക്ക് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. കോടികൾ മുടക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ഇവിടെ നടന്നു. അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, ഏതാണ്ട് ഒരു നിശ്ചിത വർഷത്തിനിടയിൽ, 2 വർഷത്തിനിടയിൽ ഒരു ഉദ്ഘാടനം വെച്ച് ഇവിടങ്ങളിൽ നടന്നുവെന്ന വലിയ പ്രത്യേകത ഇതിനുണ്ട്. ഓരോ വർഷവും മറ്റെന്തെങ്കിലും ഇതിനോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടുക എന്ന രീതിയിലേക്ക് വലിയ തുകകൾ ഇതിൽ വകയിരുത്തുന്നു. പക്ഷേ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. ആദ്യം മത്സ്യ മാർക്കറ്റ് എന്ന രീതിയിലേക്ക് വന്നു, പിന്നീട് മാംസ വ്യാപാരങ്ങൾ കൂടി ഇതിലേക്ക്, ഇറച്ചി വ്യാപാരമെല്ലാം തന്നെ ഇതിൻ്റെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമമെല്ലാം തന്നെ നടന്നു. പക്ഷേ ഇതൊന്നും ലക്ഷ്യപ്രാപ്തിയിലെത്തിയില്ല എന്നതാണ്. വലിയ രീതിയിലുള്ള സൗകര്യവും അടിസ്ഥാന സൗകര്യവും എല്ലാം ഉണ്ടായിട്ടും എവിടെയാണ് ഈ കാലടിയിലെ ഈ മാർക്കറ്റ് അതിൻ്റെ ഒരു വിഭാവനം ചെയ്തതിൽ പിഴച്ചു പോയത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് പരിപാടിയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇതിൽ കാലടി മത്സ്യ മാർക്കറ്റ്, ഇതാണ് ഈ കെട്ടിടമാണിത്. ഈ കെട്ടിടം 2015 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. വലിയ സൗകര്യങ്ങൾ, ഇതിൽ വലിയ വിശാലമായ ഒരു പാർക്കിംഗ് സമ്പ്രദായങ്ങൾ, ഇതെല്ലാം സ്ഥലമെല്ലാം തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എങ്ങും എത്തിയില്ല എന്നതാണ്. കാരണം നഗര മധ്യത്തിൽ തന്നെയുള്ള ഒരു നമ്മൾ പറയുന്ന പോലെ കണ്ണായ സ്ഥലം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരിടമാണ്. വലിയ രീതിയിലുള്ളൊരു പാർക്കിംഗ് ഇന്നത്തെ സ്ഥലത്ത് ഈ ഒരു സമയത്തെല്ലാം തന്നെ പാർക്കിംഗ് എവിടെയുണ്ട് അവിടേക്കാണ് ആളുകൾ കൂടുതൽ വരിക എന്നെല്ലാമാണ് നമ്മളുടെ ഒരു സങ്കല്പം. പക്ഷേ അതൊന്നും ഇവിടെ നടപ്പായില്ല എന്നുള്ളത് നമുക്ക് കാണാം. ഈ സ്ഥലത്ത് ഈ അടച്ചിട്ട ഈ കടമുറികളാണ് കൂടുതലായും തന്നെയുള്ളത്. അങ്ങോട്ട് പോകുമ്പോഴെല്ലാം തന്നെ അടച്ചിട്ട കടമുറികൾ തന്നെയാണ്. ഇതിൻ്റെ ഷട്ടറുകൾ പോലും തുറന്നിട്ടില്ല എന്നുള്ളതാണ്. 2 പേർ ഇവിടെ പുറത്ത്, ഈ കടക്ക് പുറത്ത് വ്യാപാരം ചെയ്യുന്നു എന്നത് മാത്രമാണ്. വല്ലപ്പോഴും ഇവിടേക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ എത്തുന്നവർ മാത്രം. ഈ തട്ടെല്ലാം ഇതെല്ലാം ഇതിൻ്റെ ഒരു മത്സ്യ മാർക്കറ്റ് എന്ന രീതിയിലേക്ക് വന്നതാണ്. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ഘാടന ഫലകങ്ങളാണ്. ഇതിൽ ഏതാണ്ട് 10ഓളം ഉദ്ഘാടന ഫലകങ്ങൾ പല ഇടത്തായിട്ട് നമുക്ക് കാണാം. അത് ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത് ഇവിടെയാണ്. ആധുനിക മത്സ്യ മാർക്കറ്റ് എന്ന രീതിയിലേക്ക് ഇവിടെ തുടങ്ങുന്നു. 2015 ഈ സംവിധാനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിന് ശേഷമുണ്ടായത് ഇതിനകത്ത് നമുക്ക് ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് പല ക്യൂബിക്കിളായി തിരിച്ച ഈ മേഖലകൾ കാണാം. അത് വലിയ രീതിയിൽ നല്ല രീതിയിൽ ഇതെല്ലാം തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. പല കളങ്ങളിലായിട്ട് ഓരോരുത്തർ വ്യാപാരികൾക്ക് ലേലം ചെയ്തു കൊടുക്കുക, അത് നടപ്പാക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഈ മുകളിൽ കാണുന്ന ഗ്രില്ല് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് സംഭവിച്ചത് 2018 അത് അടുത്ത ഭരണസമിതി, പഞ്ചായത്തിൻ്റെ ഭരണസമിതി അത് വെച്ചുപിടിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഉദ്ഘാടനം നടത്തുന്നു. 2018 ഉദ്ഘാടനം നടക്കുന്നു. അപ്പോഴേക്കും സംസ്ഥാന സർക്കാർ മാറുന്നു, പുതിയ സർക്കാർ വരുന്നു. ഇവിടെ ഈ രീതിയിലേക്ക് ഉദ്ഘാടന മഹാമഹം 2ാമത്തേത് നടക്കുന്നു. അതായത് അകത്ത് നടത്തിയ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടായിരുന്നു 2ാമത്തെ ഉദ്ഘാടനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. കഴിഞ്ഞില്ല, ഈ ഉദ്ഘാടനങ്ങൾ വീണ്ടും നീളുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ തട്ടുകൾ ഇതെല്ലാം ഈ മത്സ്യ മാർക്കറ്റിന് പുറത്തു വെച്ച് കച്ചവടം ചെയ്യുന്നതിനും എല്ലാം വേണ്ടിയായിട്ടാണ് ഇത് നടക്കുന്നത്. കാരണം അകത്തേക്ക് ആരും തന്നെ ലേലം കൊള്ളാറായപ്പോഴേക്കും അടുത്ത ഘട്ടത്തിൽ ഇനി എന്ത് എന്നുള്ള ആലോചന വന്നപ്പോൾ ഈ മാർക്കറ്റിന് പുറത്തുള്ള ഈ സ്ഥലം ഉപയോഗിക്കാവുന്ന വന്നു. അന്ന് ഈ പുറത്തുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷമായിരുന്നു അടുത്ത ഉദ്ഘാടനത്തിലേക്ക് 2022 വരുമ്പോൾ അതായത് ഈ ആധുനിക മാർക്കറ്റിൽ അധിക സൗകര്യമൊരുക്കൽ എന്ന രീതിയിലേക്ക് വന്നത് അടുത്ത ഉദ്ഘാടനമായിരുന്നു. അങ്ങനെ 3 ഉദ്ഘാടനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഇവിടെ മാത്രം നടത്തുകയുണ്ടായി. അതൊപ്പം തന്നെയാണ് മറ്റ് പല ഭാഗങ്ങളിലും ഇതിനകത്തുണ്ട്. ഏതായാലും ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ഇത് ഏർപ്പെടുത്തുമ്പോൾ വലിയ രീതിയിലേക്ക് ഇവിടേക്ക് അധികം ആരും വരാത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുകയായിരുന്നു. കൂടുതൽ കച്ചവടക്കാരെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അതുണ്ടായിരുന്നില്ല. പുറത്തു നിന്നും ആളുകൾ കൂടുതലായിട്ട് ഇവിടേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയും സംഭവിച്ചില്ല. അങ്ങനെ എന്താണോ ഉദ്ദേശിച്ചത് അതൊന്നും ഈ കാലടി മത്സ്യ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നടക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. വലിയ രീതിയിൽ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിലും ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഇക്കാര്യത്തിൽ ഒരുമിച്ച് പോക്ക് എന്നാണ് പൊതുവിലുള്ള ഒരു ആക്ഷേപമായി മറ്റുള്ളവർ പറയുകയെല്ലാം ചെയ്തത്. എന്തായാലും തുടങ്ങിയ അടുത്ത് നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ കിതച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഈ കാലടി മത്സ്യ മാർക്കറ്റ് എന്ന പേരിലുള്ള ഈ മാർക്കറ്റ് ഉള്ളത്. ഇതിലൂടെ ചെലവഴിച്ച തുകകൾ അത് വലിയ തുകകൾ തന്നെയാണ്. എന്തായാലും ഇതുകൊണ്ടും മാത്രം തീരുന്നില്ല, മറുവശത്തും ഇതിൻ്റെ സൗകര്യങ്ങൾ, മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇവിടങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് ഉദ്ഘാടനങ്ങൾ പല ഘട്ടങ്ങളിൽ നടത്തി. കാരണം വലിയ രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റായിരുന്നു. പക്ഷേ എവിടേക്കും എങ്ങും എത്താത്ത അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്യുകയാണ്. നമുക്കൊപ്പം ഈ ഷമീർ കാലടി എന്ന പൊതുപ്രവർത്തകനും കൂടി ഒപ്പം ചേരുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് നടന്ന ഉദ്ഘാടനങ്ങളും കാര്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് എവിടേക്കും വന്നില്ല, എവിടെയും ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് തന്നെയല്ലേ? അതെ അതെ, ഇതിന്റെ അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര ദുരൂഹതയും ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 13-14 വർഷമായി ഈ മെയിൻ ബിൽഡിംഗ് ഇവിടെ പണിയയിപ്പിച്ചിട്ട് നാളിതുവരെയായിട്ടും ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവിടെ വരുന്ന കച്ചവടക്കാർ ലീസിന് എടുക്കുന്നുണ്ടെങ്കിലും വാടകയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ കാലയളവോ കിട്ടുന്നില്ല. അതിനു മുമ്പ് ഇവരുടെ കച്ചവടം നിന്നുമാണ്. അതായത് ഇവിടെ ആളുകൾ വരുന്നില്ല, ആളുകളെ ക്ഷണിച്ചു വരുത്തുന്നില്ല, അധികൃതർ ഇതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർക്ക് കൊടുക്കുക, കോൺട്രാക്ടർ അതിന്റെ പണമായിട്ട് പോകുക, അതിൽ വീതങ്ങളും വാങ്ങിക്കുക എന്നല്ലാതെ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഇത്രയും ബിൽഡിങ്ങുകൾ, ഇത്ര സാധന സാമഗ്രികൾ, മിഷനറി അടക്കം കൊണ്ടുവന്നിട്ട് നശിപ്പിച്ച് കളയുന്നതല്ലാണ്ട് ഒരു പ്രവൃത്തി ഈ നിമിഷം വരെ. അതിനുശേഷം ഈ ലാസ്റ്റ് ടൈമിൽ 8-10 മാസം മുമ്പാണ് ഒരു പച്ചക്കറി മാർക്കറ്റ് വീണ്ടും ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടായി, ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വരാന്തയിൽ ഇതിനൊരു സാഹചര്യം പച്ചക്കറി കച്ചവടം നടക്കോ ഇല്ലയോ എന്ന് അറിയാണ്ടാണ്. അത് നടത്തി നോക്കി വിജയിക്കുകയാണെങ്കിൽ പോരെ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് കെട്ടാൻ. അത് 45 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് കിടത്തിയത്. ആരുടെ ഫണ്ടായിക്കോട്ടെ, എങ്ങനെയായാലും ഒരാളുടെ വീട്ടിൽ നിന്നോ ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നോ ഒരു പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്നോ മന്ത്രിയുടെ വീട്ടിൽ നിന്നോ കൊണ്ടുവരുന്ന പണമല്ല, പൊതുജനത്തിന്റെ പണമാണ് ഈ എടുത്ത് ഉപയോഗിക്കുന്നത്. ഈ ഉപയോഗിക്കുന്ന പണം നമ്മുടെയാണ്, പൊതുജനത്തിന്റെയാണ്. അപ്പൊ ആ പൊതുജനത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്തേണ്ട സാഹചര്യത്തിൽ ഇത് നടത്താതെ ഈ സ്ഥലം ദുരുപയോഗം ചെയ്യാണ്. ദുരുപയോഗം കഴിഞ്ഞ് കാട് പിടിച്ച് കിടക്കാണ്. തൊട്ടടുത്താണ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്, തൊട്ട് ചേർന്ന്. പക്ഷെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ജനങ്ങളെ, കച്ചവടക്കാർ കാലടിയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം ഇവിടെ ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ മറികടന്ന് ഇതിനൊരു മെയിൻ കവാടമൊക്കെ ഉണ്ടാക്കി ഇതിനൊക്കെ അകത്തേക്ക് കടക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി ഒരു എന്താ പറയാ ഒരു പരസ്യം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ വരുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ആസൂത്രണമില്ലായ്മയാണ് തുടക്കം മുതൽ ഇത് അനുഭവപ്പെട്ടിരുന്നത്. അത് പരിഹരിക്കാൻ കഴിയുന്ന നടപടികളിലേക്ക് നീങ്ങിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടികളും കാര്യങ്ങളും എല്ലാം തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് കാലടി മാർക്കറ്റിന്റെ ആദ്യത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ പ്രദേശത്താണ് ടൗണിൽ നിന്ന് അകത്തേക്ക് കയറാവുന്ന ഈ വഴിയിൽ ഈ ഒരു പ്രദേശത്തായിരുന്നു ഇത് നിന്നിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകുന്നത്. ഇതും ഇതിനോടുകൂടി ചേർന്നുള്ള തൊട്ടപ്പുറത്തെ ഭാഗത്ത് ഇവിടെ മാംസ മാർക്കറ്റ്, ഒപ്പം തന്നെ അപ്പുറത്തെ പച്ചക്കറി മാർക്കറ്റ് ഇതാണ്. ഇവിടെ നിന്ന് കടക്കാരെല്ലാം ഇവിടെ നിന്ന് ഇത് പൊളിച്ചു, ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു. അതിനുശേഷം തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ട ആ മാർക്കറ്റ്, അവിടേക്ക് എല്ലാവരും തന്നെ എത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോവുകയായിരുന്നു. നേരത്തെ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന കാലടിയിലെ പൊതുപ്രവർത്തകൻ ഷമീർ നമുക്കൊപ്പം തന്നെ ചേരുന്നുണ്ട്. അങ്ങനെ ഒരു ആശയത്തിലാണ് ഈ മാർക്കറ്റ് പൊളിക്കുന്നത്. എല്ലാവരും അപ്പുറത്തേക്ക്. പിന്നീട് എന്താ സംഭവിക്കുന്നത്?
പിന്നീട് സംഭവിച്ചു വെച്ചാൽ ഈ മത്സ്യ മാർക്കറ്റ് അതിന്റെ വലിയ കെട്ടിടം അവിടെ പണിതെങ്കിലും അപ്പോഴും ഇവിടെ തന്നെയാണ് മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. രണ്ടാമത് ഭരണസമിതികൾ വന്നു കഴിഞ്ഞപ്പോൾ ആ ഉണ്ടായിരുന്ന വലിയ മാർക്കറ്റ് നവീകരിച്ചു, ഉള്ളിലൊക്കെ നവീകരിച്ച് ഗ്രില്ലൊക്കെ ഇട്ട് അതിനകത്ത് വീഡിയോയിലുണ്ട്. നവീകരിച്ച് ഇവിടെ ഉള്ളവരെ ഒഴിപ്പിച്ചു. അവർക്ക് അവിടെ ഇടം കൊടുക്കാന്ന് പറഞ്ഞ് ഒഴിപ്പിച്ചു. ഇവിടെ നല്ല രീതിയിൽ പാരമ്പര്യമായിട്ട് കച്ചവടം ചെയ്തിരുന്ന ആൾക്കാരാണ്, സാധുക്കളാണ്, ഉള്ളതുപോലെ ജീവിച്ചു പോയിരുന്ന ആൾക്കാരെ ഇവിടുന്ന് ഒഴിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് നോക്കി ഇതൊക്കെ പൊളിച്ചു കളഞ്ഞു. ഇവിടെയൊക്കെ കടകളുണ്ടായതാണ്, പൊളിച്ചു കളഞ്ഞ് നല്ല രീതിയിൽ കച്ചവടം നടത്തിയ ആളുകളൊക്കെ ഈ ടൗണിനോട് ചേർന്നുള്ള വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇത് ഒറ്റയടിക്ക് പൊളിച്ച് അങ്ങോട്ട് മാറ്റാൻ നോക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒക്കുന്നില്ല. അവർ പറഞ്ഞ സാമ്പത്തിക സ്ഥിതിയിലേക്ക് അവർ കടക്കാർക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ചിലരൊക്കെ എടുത്തെങ്കിലും ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അവര് ജീവിതം ഇപ്പൊ കട്ടപ്പുക എന്ന് പറഞ്ഞ മട്ടിലാണ് നിൽക്കുന്നത്. ആരും സാധാരണക്കാരാണ്, ആരും ഇപ്പൊ തേരാ പാര പെരുവഴി കിടക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. അപ്പൊ ഇവിടെ ഇറച്ചി മീനും പോയതിനു ശേഷം ബാക്കി നിസ്സാര കടക്കാറുള്ളൂ. പിന്നെ ഈ ആലും ഒടിഞ്ഞു മുന്നോടി മുട്ടക്കട അത് ഉണ്ടായതൊക്കെ അത് നിർത്തി. ഇനിയിപ്പോ ഇത് അങ്ങടേക്ക് മാറാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഒഴിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ അങ്ങടേക്ക് മാറി കഴിഞ്ഞാൽ ആള് വരും. ഇത് പകുതി ഇവിടെയും പകുതി അവിടെ ആക്കി. ഞങ്ങൾക്ക് മുറിയുണ്ട് അവിടെ, ആരും വന്നിട്ടാ ആരും വന്നില്ല. അപ്പൊ ഇത് പകുതി ഇതെല്ലാം കൂടി അങ്ങടേക്ക് മാറ്റാണെങ്കിൽ കടയിലേക്ക് പോയാൽ ഇതിനും കച്ചവടം കിട്ടും. കച്ചവടത്തിന്റെ അല്ല, ഇവിടെ ഇപ്പൊ ഇതേ അപ്പുറത്തേക്കൊക്കെ വേസ്റ്റ് എടുക്കണം. ഇതൊക്കെ വേസ്റ്റും കാര്യങ്ങളും കണവണൊക്കെ ആക്കി ഇവിടെ ആകെ മെനടായിട്ടൊക്കെ. പുറത്തുനിന്ന് തന്നെ ഒരു ലോഡ് വേസ്റ്റ് അവിടെ ഉണ്ട്, ആ പുല്ലിന്റെ അപ്പുറം. ഇതിപ്പോ മൊത്തം വേസ്റ്റാണ്. ഇതിപ്പോ മൊത്തം മറിച്ച് അങ്ങടേക്ക് ആക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലതായിരിക്കും. പുതിയ സ്ഥലത്തേക്ക് ഇപ്പൊ അവിടേക്ക് പോകാനുള്ള ഒരു താല്പര്യം എല്ലാവരും കൂടി പോകാനാണെങ്കിൽ അങ്ങോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. ഇവിടെ ഇതിന്റെ അകത്തിരുന്ന് ജീവന് ഭീഷണിയായിട്ടാണ് ഇതിന്റെ അടിയിൽ ഇരിക്കണേ. നല്ല കാറ്റൊക്കെ വരുമ്പോ ഞങ്ങൾ ആ സൈഡിലേക്ക് മാറിക്കാണ്. നമ്മുടെ ഇവിടെയുള്ള ആളാണ് കാലിലുള്ള വിചാരിച്ച് ഈ മാർക്കറ്റായിട്ട് കൂടുതൽ ബന്ധമില്ല. ചെറുപ്പം നിക്കാനായിട്ട് പേടിച്ചിട്ട് ഓടാണ്. ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് ഓടിയില്ല, അവിടെ പോയി കറന്നു. അതായത് കാറ്റ് വന്നോടൊരു ഈ ആല അങ്ങോട്ട് മറിയും വിചാരിച്ച്. ഈ റോഡിന് ചേരെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് പുതിയ മാർക്കറ്റും വരുന്നത്. പക്ഷേ ഇത് നടപ്പാക്കിയെടുക്കുന്നതിൽ അധികൃതരുടെ ഒരു ഇച്ഛാശക്തി തന്നെയാണ് ഇല്ലാതായത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് പുതിയൊരിടത്തേക്ക് മാറാൻ കഴിയാതെ പോയതെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ ഇങ്ങനെയൊരു സ്ഥലമുണ്ട് എന്ന് നല്ല രീതിയിൽ അടയാളപ്പെടുത്താൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. കാരണം ഒരു മാർക്കറ്റും കാര്യങ്ങളും ആകുമ്പോൾ അത് പ്രത്യേകിച്ച് നിലനിന്നിരുന്ന മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോൾ അത് കൃത്യമായ രീതിയിലൊരു അറിയിപ്പ് സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വേണ്ടതാണ്. പക്ഷെ അത് എവിടെയൊക്കെയോ പാളി. ആർക്കും തന്നെ അതിലെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് കാലടിയിലെ ഇത്ര കണ്ട കോടികൾ ചെലവഴിച്ചിട്ടും ഈ മാർക്കറ്റ് എങ്ങും എത്താതെ പോയതും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ മാർക്കറ്റിലേക്ക് എവിടെയും വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പലയിടങ്ങളിലായിട്ട് ഉദ്ഘാടനം നടത്തിയ ഈ ശിലാഫലകങ്ങൾ ഇതെല്ലാം തന്നെയാണ്. അതിലൊന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ ഇവിടെ 2012 നിർമ്മാണം പൂർത്തിയാക്കിയ ആധുനിക അറവുശാല നിർമ്മാണ ഉദ്ഘാടനം. ഇതാണ് അതിൻ്റെ ഒരു ശിലാഫലകം എന്നെല്ലാം തന്നെ പറയുന്നത്. എല്ലാവരും സന്നിഹിതരായ എല്ലാവരുടെ പേരും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇത് ഒരു കെട്ടിടം മാത്രമല്ല, ഇതിനകത്ത് അതിൻ്റെതായ ഈ ഫ്രീസർ കാര്യങ്ങൾ ഇതെല്ലാം തന്നെയുണ്ട്. അതിനപ്പുറത്ത് അവിടെ ഒരു ശിലാഫലകം കൂടി അവിടെയും വെച്ചിട്ടുണ്ട്. അത് വീണ്ടും ഇതിൻ്റെ ഒരു ആധുനികവൽക്കരണം അതിന് ശേഷം നടത്തിയ ശിലാഫലകമാണ്. 2020 വരുമ്പോഴേക്കും 8 വർഷത്തിനിപ്പുറം ഇതിനകത്ത് ഈ യന്ത്രങ്ങളും സാമഗ്രികളും എല്ലാം തന്നെ ഇത് സജ്ജമാക്കിയത്. അത് അറവുശാലയാണ്. അറവുശാല കെട്ടിടം എന്ന രീതിയിലാണ് കാണുന്നത്. നമുക്ക് കാണുന്നത് അതിനകത്തെ മൃഗങ്ങളെ കൊണ്ടുവന്ന് അറക്കുന്നതിന് അതിനുവേണ്ടിയ മുഴുവൻ ഉപകരണങ്ങളും സംവിധാനങ്ങളെല്ലാം ഉണ്ട്. വെറുതെ തുടങ്ങി വെച്ചതൊന്നുമല്ല, വലിയ രീതിയിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ചെയ്തതാണ്. ഇതിനപ്പുറത്ത് ഒരു കാലിത്തൊഴുത്തും കാര്യങ്ങളും എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ മൃഗങ്ങളെ മാടുകളെ കൊണ്ടുവന്നാൽ അതിനെ കെട്ടിയിടാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നു. ഇവിടേക്ക് വരുമ്പോഴേക്ക് ഇതിന് ഒരു കോൾഡ് സ്റ്റോറേജിൻ്റെ അതിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെയുണ്ട്. അതിൻ്റെ കെട്ടിടങ്ങളാണ്. ഇവിടെ വരുമ്പോഴേക്കും ജനറേറ്റർ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇത് നോക്കുക, ഇത്
ഇവിടേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു കോൾഡ് സ്റ്റോറേജിൻ്റെ അതിൻ്റെ ഒരു പ്രവേശനം സ്ഥലമാണ്. അങ്ങനെ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ സജ്ജീകരണങ്ങൾ ഇതെല്ലാം തന്നെ ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമെല്ലാം തന്നെ അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് കൃത്യമായും തന്നെയും ഇതിൻ്റെ ഭരണാധികാരികളാണ്. ഇവിടെ ബസ് തൊഴിലാളികൾ പറയുന്നു, കാരണം തങ്ങൾ ഇവിടേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനൊരു കെട്ടിടമുണ്ട് എന്ന് അറിഞ്ഞത് അപ്പോൾ മാത്രമാണെന്ന് അവർ പറയുന്നു. ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ആശ്വാസം, ആ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നമുക്ക് ചെളിയാണ്, വണ്ടി ആ ചെളിയിലേക്ക് ഇടണേ, ആകെ ഇടങ്ങേറായി കിടക്കാണ്. മാർക്കറ്റിനും കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉപകാരമില്ല. എങ്കിലും ഇരിക്കാൻ പറ്റുന്നല്ലാതെ വേറെ യാതൊരുവിധ ഉപയോഗമില്ല. നിങ്ങളുടെ ആൾക്കാരും അല്ല ആരും അല്ല, നമ്മള് വണ്ടി കൊണ്ട് ഒതുക്കിയിടാ, ഇവിടെ ഇരിക്കുക, കിടക്ക. അത് ആൾക്കാര് അവിടെ വഴിയിൽ വന്ന് മഴയും കൊണ്ട് വെയിലത്ത് നിൽക്കാം, ബസ്സിനകത്ത് നിൽക്കുന്ന ആൾക്കാർ. താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെന്നാണ്, പക്ഷെ ഇത് തന്നെ ഒരു ക്ലിയർ ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല അവര്. ആൾക്കാർ വരാത്തതിന്റെ ഒരു കച്ചവടം. ആരും ടൗണിൽ നിന്ന് കുറച്ച് നീങ്ങിയേ നിൽക്കണേ, ആളുകളെല്ലാരും ടൗണിലേക്ക് പോകും, ആരും ഇവിടേക്ക് വരില്ല. ഈ ബിൽഡിംഗ് തന്നെ ആരും കാണില്ല, പഞ്ചായത്ത് ബിൽഡിംഗ് ഇരിക്കണ. ബസ് ജീവനക്കാരനാണോ? ബസ് ജീവനക്കാരനാണ്. ഇങ്ങനെ ഇരിക്കാൻ ഒരു സ്ഥലം മാർക്കറ്റ് കൊണ്ടുണ്ടായി. അതന്നെ ആളെ പൊടിച്ചളിച്ചെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കഴിക്കാൻ ആൾക്കാർ ഇവിടെ കാറ്റും കൊള്ളാം, മറ്റേ സുഖമായിട്ടിരിക്കാം. എന്നാൽ അതേ പറഞ്ഞ പോലെ കാറ്റ് കൊണ്ട് ഇവിടേക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതൊരു സൗകര്യം അതേ ഒരു രസീകരണത്തോടെ പറഞ്ഞതാണ്. കാരണം മറ്റൊന്നും ചെയ്യാനില്ല. കാരണം ഈ കിടക്കുന്ന ബസ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് മറ്റൊന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇതിന് ഭാവനാപൂർവ്വമുള്ള പദ്ധതികൾ ഉണ്ടായില്ലെങ്കിൽ, അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതേപോലൊരു അവസ്ഥ ഇനിയും ആവർത്തിക്കപ്പെടും. മറ്റൊന്നുള്ളത്, ഇവിടെ ഇതൊന്നും മതിയാവാഞ്ഞിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പൂർത്തീകരിച്ച പച്ചക്കറി മാർക്കറ്റിൻ്റെ കെട്ടിടമാണ് കാണുന്നത്. 1, 2, 3, 4, 5 കടമുറികൾ. ഇതിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. വീണ്ടും പച്ചക്കറി മാർക്കറ്റ് ഇവിടെ കൊണ്ടുവരിക എന്നതാണ്. ഇതൊന്നും തുറക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെങ്ങളിൽ ആരംഭിച്ചതൊന്നും തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടിയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നുള്ള ആക്ഷേപം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇത് വലിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ്. ഇതൊരു വിശാലമായ ഒരു കോമ്പൗണ്ടിൽ ഇതെല്ലാ സംവിധാനങ്ങളോടുകൂടിയും ഇതെല്ലാം പൂർത്തീകരിക്കുമ്പോൾ എവിടെയാണ് പിഴച്ചതെന്നത് ഇതിൽ കാലടി ഗ്രാമപഞ്ചായത്തും അടക്കമുള്ള കാര്യങ്ങൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള കാര്യങ്ങൾ ചേർന്നിരുന്ന് ആലോചിക്കേണ്ടതാണ്. വീടിനകത്തേക്ക് എന്തുകൊണ്ട് കച്ചവടക്കാർ എത്തുന്നില്ല, എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടതാണ്. കാലടി മാർക്കറ്റിനെ സംബന്ധിയായ കാര്യങ്ങളിൽ നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അത് വലിയ രീതിയിലേക്ക് പ്രവർത്തന വിജയമാവുന്നില്ല, വ്യാപാരികൾ എത്തുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുമ്പോൾ അതിന് ഉത്തരം പറയാൻ നമുക്കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജിൻ തൊട്ടപ്പള്ളി തന്നെ ചേരുന്നുണ്ട്. വലിയ ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. എന്താണ് ഒരു വിശദീകരണം എന്ന് പറയുന്നത്? ഇത് മാർക്കറ്റ് നിർമ്മിച്ചത് നമ്മൾ കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ധനസഹായത്തോട് 2,38,00,000 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. 2013 അത് ശ്രീ കെ ബാബു മന്ത്രിയായിരുന്നപ്പോൾ അനുവദിപ്പിക്കപ്പെട്ട ഫണ്ട് കൊണ്ടാണ് ആ കെട്ടിടം പണിത്. ആ കെട്ടിടം പണിതപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഒരു ഫിഷ് മാർക്കറ്റാക്കി മാറ്റാൻ കഴിയില്ലെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു. അന്നും ഞാനും ഈ ഭരണസമിതിയിലുണ്ടായിരുന്നു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ആവശ്യത്തിന് ലേലം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള റൂമുകൾ കൺവെർട്ട് ചെയ്യാൻ സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങി മറ്റ് മാംസവും മറ്റു കാര്യങ്ങളിലേക്കും ലേലം ചെയ്ത് കൊടുത്ത് മാർക്കറ്റ് ഭംഗിയാക്കി പ്രവർത്തനം ആരംഭിക്കാമെന്നായിരുന്നു ധാരണ. പക്ഷെ ഭരണസമിതി മാറി മറ്റൊരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും അതിനകത്ത് കുറേ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം ഉണ്ട് എന്നാണ് ഏകദേശ കണക്ക്. കുറേ പൈസ മുടക്കി വീണ്ടും പാർട്ടീഷൻ നടത്തി ഒക്കെ ചെറിയ ചെറിയ റൂമുകളാക്കിയിട്ടാണ് ലേലം ചെയ്തത്.
ലേലത്തിൽ ഒരുപാട് പേര് പങ്കെടുത്ത് ലേലം ഒരു ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. പക്ഷേ ഈ ചെറിയ ചെറിയ മുറികളായതുകൊണ്ട് അത് പ്രായോഗികമായ രീതിയിൽ അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്തത് ആ മാർക്കറ്റ് ഒന്നുകൂടി സജീവമാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ നമുക്ക് അതിനകത്തൊന്നും സ്വന്തം നിലയ്ക്ക് ചെലവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. പിന്നീട് നമ്മൾ ശ്രമിച്ചത് ഈ മാർക്കറ്റിൻ്റെ ചെറിയ ചെറിയ മുറികൾ 2-3 കൂട്ടിയിട്ട് നമ്പറിട്ട് ലേലം ചെയ്യുക. അങ്ങനെ ലേലം ചെയ്തിട്ട് ലേലത്തിലെടുക്കുന്നവർക്ക് അതിൻ്റെ ഉള്ളിൽ സൗകര്യപ്പെടുത്തി വേണ്ട ബിസിനസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പച്ചക്കറി കൂടി ഇവിടേക്ക് വരണം. പച്ചക്കറി കൂടി വരണം വേണ്ടിയിട്ട് ഒരു 5 മുറി വേണ്ട 35 ലക്ഷം രൂപയോളം ചെലവ് ചെയ്ത് 5 മുറി വലത്തുവശത്ത് പച്ചക്കറി മാർക്കറ്റിനായിട്ടും തയ്യാറാക്കിയതിന് ശേഷം അത് ലേലത്തിന് വെച്ചു. ചൂടുവെള്ളം മേത്ത് വീണ പൂച്ചയെ പോലെയായിരുന്നു ഇവിടുത്തെ വ്യാപാരികൾ. ആരും ആ ലേലത്തിൽ പങ്കെടുക്കും. വളരെ നിസ്സാരം പേര് മാത്രമാണ് 2-3 വട്ടം ലേലം ചെയ്തിട്ടും ലേലത്തിൽ പങ്കെടുത്തത്. അതിനിടയിലാണ് പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും പണിയണം എന്നുള്ള പ്രോജക്റ്റ് റെഡിയായി വന്നു. അത് അവിടെ നിർമ്മാണം ആരംഭിക്കേണ്ട ഘട്ടം വന്നപ്പോൾ നിലവിൽ ആ ബസ്സുകൾക്ക് താൽക്കാലികമായിട്ട് ഇടുന്നതിനുള്ള സൗകര്യം താൽക്കാലികമായിട്ട് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു അറവുശാല വരെ അവിടെ മെഷീനറിയും സാധനങ്ങളും ഒക്കെ റെഡിയാണ്. പക്ഷേ അതെ, എല്ലാ സംവിധാനങ്ങളും നമ്മൾ തയ്യാറാക്കിയിരുന്നു. പക്ഷെ അത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പ്രവൃത്തിപഥത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി ശ്രമം നടത്താൻ ഉള്ള തടസ്സം നിലവിൽ ബസ്സുകൾക്ക് ഒരു ബസ് ബേ എന്ന രീതിയിൽ താൽക്കാലികമായിട്ട് അത് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ശ്രമങ്ങൾ ഉണ്ടാവുമെന്നാണ്, അതിനുള്ളൊരു സമയം ഉണ്ടോ? അത് ഇനിയിപ്പോൾ നമ്മുടെ കാലത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇനി ഒരു 6 മാസം 6 മാസത്തിൽ താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഇത് പണി പൂർത്തീകരിച്ചതിന് ശേഷം മാർക്കറ്റ് സജീവമാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇതൊക്കെ ഇങ്ങനെ കുറേ വികസനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസത്തിൽ ഇതങ്ങനെ തൽക്കാലം ബസ്സുകൾക്കൊരു സൗകര്യം കൂടി ആക്കി കൊടുത്തു. എന്തായാലും അത് നഷ്ടമായിട്ട് ഇപ്പോഴും കാണുന്നില്ല. നാളെ ശരിയാക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രസിഡന്റ് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ പദ്ധതിയെ കാണുന്നത്. അദ്ദേഹം ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ചെറിയ സങ്കടമുണ്ട്, അത് മുഴുവൻ കാലടിയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അത് തോന്നാം. ഏതായാലും അത്തരം കാര്യങ്ങൾ തിരുത്തപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന് ഏറ്റവും ആവശ്യം വേണ്ടത് അതിൻ്റെ ഒരു വീക്ഷണം തന്നെയാണ്. അതുമാത്രവുമല്ല, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്, അതിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അതിനൊപ്പം തന്നെ വേണം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ മാത്രമാണ് അത് ദീർഘവീക്ഷണമുള്ളതാണ് എന്ന് നമുക്ക് അടിവരയിടാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ, കാലടിയിലേക്ക് വരുമ്പോൾ ഇതിൽ എത്ര കോടി ചെലവഴിച്ചു എന്നതിൻ്റെ ഒരു വ്യക്തമായൊരു കണക്കെടുപ്പിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല എന്നതാണ്. കാരണം ഓരോ 2 വർഷം കൂടുമ്പോഴും മറ്റു ഉദ്ഘാടനങ്ങൾ ഇതെല്ലാം നടക്കുന്ന സ്ഥിതിയാണ് ഈ കാലടിയിലെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ. കൃത്യമായൊരു ഉത്തരം നൽകാൻ ഇതുവരെയും അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതെന്ന് പൂർണ്ണമായും പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നത് അടക്കം ഇപ്പോഴും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിൻ്റെ ഒരു അവസാന പീരീഡിലേക്ക് കടക്കുകയാണ്. ഇനിയൊട്ടും അവർക്കത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ മറ്റു കാര്യങ്ങൾ നടപ്പാക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ഇതിൽ മറ്റൊരു ഭരണസമിതി വന്ന് അവരധികാരമേറ്റെടുത്തതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു തീരുമാനമുണ്ടാകുകയുള്ളൂ. അതായത് ഈ മാർക്കറ്റിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് ഇനിയും കുറേയധികം നാളുകൾ കൂടി വേണ്ടി വരുമെന്നതാണ്. പക്ഷേ അപ്പോഴും ബാക്കി നിൽക്കുന്നത് ഇത് ഇനിയും അത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന ഗുരുതരമായൊരു ചോദ്യം ഒരു ഭാഗത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. നാളിത്രയായിട്ടും ഏതാണ്ട് 10 വർഷത്തിലധികം പിന്നിട്ടിട്ടും ഇതുവരെയും വലിയ കച്ചവടക്കാരെയോ ആരെയും തന്നെ കൊണ്ടുവരാൻ, എന്തിനാ റോഡിലൂടെ പോകുന്നവർക്ക് ഇതിനകത്ത് ഒരു മാർക്കറ്റ് ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ പോലും ഇതിനകത്ത് ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോഴും ഒരു ഭാഗത്ത് ചില രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിൽ അത് ആർക്കു വേണ്ടി എന്നതാണ് പൊതുപ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഈ രീതിയിൽ വലിയ മാതൃകയാകേണ്ട ഒരു പദ്ധതി തന്നെയാണ് എങ്ങുമെത്താതെ ഈ രീതിയിൽ തന്നെ കാലടിയിൽ ഏതാണ്ട് ഒരു നോക്കുകുത്തി എന്ന രീതിയിൽ അവശേഷിക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഞാനിവിടെ ചോദിക്കാമെന്നത് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.